വെറും ഒരു വീഡിയോ കോളിലൂടെ ഇന്ത്യൻ വോളിബോൾ ടീമിന് ആത്മവിശ്വാസം പകർന്നിരിക്കുകയാണ് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. ചരിത്ര നേട്ടത്തിനരികിലാണ് ഇന്ത്യൻ വോളിബോൾ പുരുഷ ടീം. അഹമ്മദാബാദിൽ നടക്കുന്ന രാജ്യാന്തര വോളിബോൾ ടൂർണമെന്റായ AVC മെൻസ് ചാമ്പ്യൻഷിപ്പിൽ ടീം സെമിഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. മലയാളി താരങ്ങളുടെ മികവിലാണ് ഇന്ത്യൻ ടീമിന്റെ കുതിപ്പ്. അതുകൊണ്ടുകൂടിയാണ് സന്തോഷം പങ്കുവയ്ക്കുവാനും ആശംസകൾ അറിയിക്കുവാനും വീഡിയോ കോൾ വഴി ഒ.ജെ. ജനീഷ് ഇന്ത്യൻ ക്യാമ്പിൽ സാന്നിധ്യം അറിയിച്ചത്. ടീമിലുള്ള മുഴുവൻ താരങ്ങളെയും വീഡിയോ കോൾ വഴി ഒ.ജെ. ജനീഷ് കാണുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മന്ത്രിയുടെ ഈ നീക്കത്തിനെ കൈയടിച്ചാണ് ഇന്ത്യൻ ടീമും മുൻ താരങ്ങളും സ്വീകരിച്ചത്. വീഡിയോ കോളിലെത്തി ആശംസകൾ അറിയിച്ച മന്ത്രിയുടെ സമീപനം എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മുൻ ഇന്ത്യൻ താരങ്ങളായ മലയാളി കളിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബ്ലോക്കർമാരായ ജോൺ ജോസഫ്, ഷമീമുദ്ദീൻ, അറ്റാക്കർമാരായ എറിൻ വർഗീസ്, ഹേമന്ത് മനോജ്, CK മുഹമ്മദ് നിഹാൽ, ലിബറോ K ആനന്ദ് എന്നീ 6 മലയാളി താരങ്ങൾ ടീമിൽ ഇടം നേടിയിരുന്നു. ഈ താരങ്ങൾ ഒന്നാകെ ടീമിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. അതിന്റെ ബലത്തിലാണ് ടീം സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയത്. 12 വർഷമായി കേരളത്തിനായി കളിക്കുന്ന തമിഴ്നാട്ടുകാരൻ ജെറോം വിനീതിനെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാൽ ആകെ 14-ൽ 7 താരങ്ങളും മലയാളികളാണ്. ബോബി സേവ്യർ, SR ജുവൽ എന്നീ സഹപരിശീലകരും ടീമിലെ മലയാളി സാന്നിധ്യങ്ങളാണ്. സെർബിയക്കാരൻ ഡ്രാഗൻ മിക്കോലോവിക് ആണ് മുഖ്യ പരിശീലകൻ. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മലയാളി താരങ്ങൾ ഒരുമിച്ച് ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന ടൂർണമെന്റ് 28-ന് സമാപിക്കും. 27-നാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് നാദാപുരം ചെറുമോത്ത് സ്വദേശിയായ CK മുഹമ്മദ് നിഹാലും ചത്തമംഗലം സ്വദേശിയായ ഹേമന്ത് മനോജും ആദ്യമായാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്നത്. ജോൺ ജോസഫ് വയനാട് പുൽപ്പള്ളി സ്വദേശിയും K ആനന്ദ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയുമാണ്. കോഴിക്കോട് സായി സെന്ററിലൂടെയാണ് ഇരുവരും വളർന്നു വന്നത്. ഷമീമുദ്ദീൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയും എറിൻ വർഗീസ് എറണാകുളം അങ്കമാലിക്കാരനുമാണ്. ടൂർണമെന്റിൽ ഉടനീളം തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ നേട്ടം ചരിത്രപരമാണെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ബഹ്റൈൻ, ന്യൂസിലൻഡ് തുടങ്ങിയ മികച്ച ടീമുകളെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ക്രിക്കറ്റിനും ഫുട്ബോളിനുമുള്ള ജനകീയത ഒരുപക്ഷെ വോളിബോളിന് രാജ്യത്തില്ല എന്നത് വാസ്തവമാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ വോളിബോൾ കോർട്ടുകൾ ഉയർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ക്രിക്കറ്റിന്റെ അതിപ്രസരത്തിൽ വോളിബോൾ പിന്നാക്കം പോയി. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകളും വോളിബോളിനെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറില്ല. അവിടെയാണ് ഒ.ജെ. ജനീഷ് എന്ന യുവ കായിക മന്ത്രി വ്യത്യസ്തനാവുന്നത്. മലയാളി താരങ്ങൾക്ക് മന്ത്രിയുടെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആ ദൃശ്യങ്ങൾ കാണാം. നമസ്കാരം. അഹമ്മദാബാദ് സർ. പിന്നെ ഇനി എന്നാ അടുത്ത നാളെ ഒരു കളിയുണ്ട്. ഓസ്ട്രേലിയ ആയിട്ട് ലീഗിന്റെ അവസാനത്തെ കളി നാളെ ഉണ്ട്. പിന്നെ ഒരു ദിവസം റെസ്റ്റ് കഴിഞ്ഞ് അല്ല റേഞ്ച് ഉണ്ടല്ലോ. നാളെ ലീഗിന്റെ അവസാന മത്സരമുണ്ട്. പിന്നെ മറ്റന്നാൾ റെസ്റ്റ്. പിന്നെ 27 ആണ് ഫസ്റ്റ് സെമിഫൈനൽ. സെമിയിൽ നമ്മൾ ആൾറെഡി ക്വാളിഫൈ ചെയ്യും. നമ്മള് ഗ്രൂപ്പ് ടോപ്പായി. അതെ. ഓക്കെ, താങ്ക് യു. മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മലയാളികൾ എല്ലാരും ഉണ്ട്. നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ. അതെ അതെ സാർ. മനസ്സിലാക്കി വിളിക്കും. ഓക്കെ സാർ, താങ്ക് യു.